Alien versus Alien. Alien versus Alien. നീ ഏതാടി പഠിക്കണേ? ജിയോഗ്രഫി. എന്ത്? ജിയോഗ്രഫി. വല്ല മനസ്സിലാവണ്ടോ? മനസ്സിലാവുന്നുണ്ട്. അങ്ങനെയാണ്, ശ്രദ്ധ ബാക്കി കാര്യത്തില്ല, മുഖം മാത്രം അതിലിരിക്കും. ഈ വെള്ളം കണ്ടുപിടിച്ച ആൾക്കാർ ആരാണാവോ? തല്ലിക്കൊല്ലണം. നിന്റെ തന്ത ഹവീൽദാര് വീരഭദ്രൻ നായർ. ക്ലീറ്റ് എന്തിനാ ക്ലീറ്റ് നേരം വിളിക്കാൻ എൻ്റെ അച്ഛനെ പറയണത്? ഞാൻ നിങ്ങളുടെ വീട്ടുകാരെ പറയണില്ലല്ലോ. നേരം വെളുക്കുമ്പോൾ നിനക്ക് എൻ്റെ വെള്ളം അതിനെ കുറ്റം പറയാല്ലേ? പിന്നെ ഇത് തിരുമ്മി വെളുപ്പിക്കണ ഞാനല്ലേ? ഓ പിന്നെ എടി, ഇതിന്റെ ഒരു മഹത്വം എന്താ നിനക്കറിയാമോ? ഇത് സമാധാനത്തിന്റെ പര്യായമാണ്. ആണോ? ആ, അങ്ങനെ എനിക്ക് നാളെ മുതൽ ഇത് ഞാനിട്ടുകൊണ്ട് നടക്കാം. എന്തിന്? 14 വർഷമായില്ലേ ഞാൻ നിങ്ങളെ സഹിക്കാൻ തുടങ്ങിയിട്ട്. ആ സമാധാനത്തിനുള്ളതേ. അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് ഇപ്പൊ സമാധാനത്തിന്റെ നോബൽ പ്രൈസ് കിട്ടേണ്ടതാണ്. പഠിക്കടി അങ്ങോട്ട്. വലിയ വർത്താനം പറയണോളൂ. അവക്ക് കാര്യങ്ങൾ അറിയാന്നേ. എങ്ങനെ അറിയാതിരിക്കും? നിന്റെ അല്ലേടി വിത്ത്. ഓ, ഈ വെള്ളക്ക് വേറൊരു വലിയ മഹത്വം ഉണ്ട്, അറിയാമോ? സത്യസന്ധതയുടെ പര്യായമാണിത്. സത്യസന്ധത ക്ലീറ്റോടെ അതോർത്തപ്പോ ഇങ്ങനെ വെമ്പല് വന്നതാ. കറണ്ട് അടിച്ചാ മതിയായിരുന്നു. ഇത് നിനക്കെന്താണോടി? ക്ലീറ്റോ ഇന്ന് പുറത്തു പോയിട്ട് വരുമ്പോഴേ ഇച്ചിരി ബിരിയാണി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടോ? ബിരിയാണിയാ? ഇതിന് പെട്ടെന്ന് ബിരിയാണിക്ക് എന്ത് വിശേഷം ഇവിടെ? പറയടി. അതെ, ക്ലാസ്സിൽ എല്ലാവരും ഉച്ചയ്ക്ക് ബിരിയാണി ഒക്കെ കൊണ്ടുപോയി, ഞാൻ മാത്രം ദിവസം ചോറ്. ഒരാരും എനിക്ക് തരയില്ല. ഓ അങ്ങനെയാണ്. അത് നീ വിഷമിക്കണ്ട. ഡാഡിക്ക് ഇന്നൊരു മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഡാഡി ബിരിയാണി ആയിട്ട് തന്നെ മേടിച്ചുണ്ടോന്ന് നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ? മോളെ ഇല്ല, ബിരിയാണി കിട്ടൂല. ഓ എന്റെ ക്ലീറ്റോ, കുറെ കാലമായിട്ട് നിങ്ങൾ ഈ മീറ്റിംഗും കൂടി നടക്കണം, ഒന്നും നടന്നിട്ടില്ലല്ലോ. ബിരിയാണി ഇല്ല. ആ എന്നാ ഈ മീറ്റിംഗ് അതുപോലെ അല്ല. ഈ മീറ്റിങ്ങിന് കുറെ പ്രത്യേകതകളുണ്ട്. അതെ, മോക്ക് മട്ടൻ ബിരിയാണി വേണോ ചിക്കൻ ബിരിയാണി വേണോ? എനിക്ക് ബീഫ് ബിരിയാണി മതി. ഓ, എന്നിട്ട് വേണം അത് വാങ്ങാൻ പോകുമ്പോ ഇനി എന്നെ അവനേലും തല്ലിക്കൊല്ലാൻ. ആ എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, ചിക്കൻ തന്നെ മതി. വാങ്ങിച്ചു തരുമോ? എന്താ അച്ഛൻ്റെ മീറ്റിംഗ് കഴിയട്ടെ. നടരാജ, ഇന്നത്തെ മീറ്റിംഗ് എന്തായാലും ഗംഭീരമായിരുന്നു. എടുത്ത തീരുമാനം അതിനേക്കാളും മികച്ചത്. പിന്നെ അതിനകത്ത് ഒരു പ്രശ്നമാണ് എനിക്ക് തോന്നിയത്. ഈ കോലം കത്തിക്കണമെന്ന് നേതാക്കന്മാർ പറഞ്ഞാലേ അത് കത്തിക്കുമ്പോൾ ഒരു അന്തസ്സായിട്ടൊരു കോലം കത്തിക്കണ്ടേ? ഒരു 500 രൂപയ്ക്ക് നമ്മൾ എന്ത് കോലം എടുത്തിട്ട് കത്തിക്കാൻ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ കോലം കത്തിക്കാൻ നമ്മൾ സെക്രട്ടറിയുടെ നടയിലാണ് പോണത്. അപ്പൊ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വൃത്തിക്ക് തന്നെ ചെയ്യണം. നീ ഇതിനു മുമ്പ് കോലം കത്തിച്ചിട്ടുണ്ടോ? ഞാൻ കോലം കത്തിച്ചിട്ടില്ല. പിന്നെ എൻ്റെ വീട് വയ്ക്കുമ്പോൾ ഞാൻ കോലം മുകളിലോട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. അയ്യോ, അങ്ങനെയുള്ള പരിചയമുള്ളൂ അല്ലേ? നിനക്കറിയാമോ ഞാൻ എങ്ങനെയാണ് നമ്മുടെ പാർട്ടിയിൽ വന്നതെന്ന്? കോളേജിൽ പഠിക്കുന്ന സമയത്തുണ്ടല്ലോ, ഞങ്ങൾ പിന്നെ നമ്മുടെ വൈസ് ചാൻസലറുടെ ഒരു കോലം കത്തിപ്പ് ഉണ്ടായിരുന്നു. അന്ന് കോലം പിടിച്ചോണ്ട് നിന്ന ആളാരാ? ഞാൻ. അന്ന് ഞാനല്ലേ പെട്രോൾ ഒഴിച്ച് ഈ കോലം പടക്കനങ്ങ് കത്തിച്ച്. നമ്മളെ നേതാക്കന്മാരൊക്കെ ഇത് കണ്ടിട്ടേ അന്ന് ഏത് പയ്യൻ ഇത്ര ആവേശം നമ്മളെ പാർട്ടിക്ക് ഇങ്ങനെ കോലം കത്തിക്കാൻ മിടുക്കനായിട്ട് നിൽക്കണല്ലോ എന്ന് പറഞ്ഞു. അന്ന് തന്നെ അവരെന്നെ നോക്കി വൈകുന്നേരമായപ്പോൾ എന്നെ വിളിക്കുന്നു. പിന്നെ നമ്മുടെ പാർട്ടിയുടെ നമ്മുടെ സ്റ്റുഡൻസ് വിങ്ങിൻ്റെ നേതാവായി. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പടിയായിട്ട് ഞാൻ ഇങ്ങനെ കയറി വന്നു. അന്നൊക്കെ ഭയങ്കര ആവേശമായിരുന്നു. ഇപ്പം നമ്മൾ അണികൾക്കൊന്നും അത് പോരെന്നേ. കാരണം ഈ കോലം കത്തിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഒരുത്തനും അതിന് വേണ്ടിയിട്ട് ഒരു ഉഷാറ് കാണിച്ചില്ല. അപ്പം നമുക്ക് കോലം കത്തിക്കുമ്പോൾ അതിൻ്റെ രീതിക്ക് തന്നെ കത്തിക്കണം. നീ വാ. നീ ഇറങ്ങ്, ഇരുന്ന് സുഖം പിടിച്ചാ. അപ്പോ നടരാജൻ ഇതുവരെ നമ്മുടെ പാർട്ടിയിൽ വന്നിട്ട് ഒരു കോലം കത്തിക്കാനോ കോലം പിടിക്കാനോ നിന്നിട്ടില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിനക്ക് ഒരു കോലം കത്തിക്കാനുള്ള ഒരു അവസരം തന്നാൽ കത്തിക്കാമോ? കത്തിക്കാം. ഈ കോലം കത്തിച്ചാലുള്ള ഗുണം എന്തെന്നറിയാമോ? ഇത് സെക്രട്ടേറിയറ്റിന്റെ നടയിലാവുമ്പോൾ നിറയെ ചാനലുകാർ കാണും, ആൾക്കാർ മുഴുവനും കാണും, പോലീസുകാർ കാണും. ഈ കത്തിക്കിടത് ആരാണെന്ന് എല്ലാവരും നോക്കി വെക്കും.
അപ്പൊ നീ അങ്ങ് പ്രശസ്തരാവുകയാണ്. ഈ ഒരു കോലം കത്തിപ്പ് കൊണ്ട് തന്നെ നിന്നെ എല്ലാ നേതാക്കന്മാരും ശ്രദ്ധിക്കും. ആ പിന്നെ അവിടുന്ന് നിന്റെ സമയം കൊള്ളാമെങ്കിൽ നേതാക്കന്മാര് നിന്നെ വിളിച്ച് പാർട്ടിയിലെ വലിയ വലിയ സ്ഥാനങ്ങൾ നിനക്ക് തരും. ഈ സിനിമാ നടന്മാരെ പോലെ തന്നെയാണ്. ഏതെങ്കിലും ഒരു രംഗം മതി ഒരു നടനെ പെട്ടെന്ന് ശ്രദ്ധേയനാകാൻ, സൂപ്പർ സ്റ്റാർ ആവും. അതുപോലെയാണ് നമ്മുടെ രാഷ്ട്രീയക്കാരുടെ കാര്യം. പിന്നെ കത്തിക്കുമ്പോൾ അന്തസ്സായിട്ടൊരു കോലം കത്തിക്കണം. നീയാണ് കത്തിക്കാൻ പോണത്. അപ്പോൾ ഒരു 500 രൂപയുടെ കോലം കത്തിച്ചാൽ പോരാ. നമുക്കൊരു ഉദ്ദേശം കുറഞ്ഞത് എത്ര രൂപയുടെ കോലം കത്തിക്കണം? ഉദ്ദേശം ഒരു 1000. പോടെ അവിടെ നിന്ന് 1000 രൂപയുടെ കോലോ? ഒരു 5000 രൂപയുടെ കോലം കത്തിക്കണം. അതിന്റെ ക്രെഡിറ്റ് നിനക്കായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിനുള്ള ഏർപ്പാടുണ്ടാകട്ടെ. അപ്പോൾ 5000 രൂപ എപ്പോൾ തരും നീ? നാളെ അഡ്വാൻസ് തരാൻ വല്ല ഇരിപ്പുണ്ടോ കയ്യിൽ? 1000 രൂപ ഉണ്ട്. 1000 രൂപ ഉണ്ട്. ബാക്കി നീ നാളെ തന്നാൽ മതി. അപ്പം നമ്മൾ 5000 രൂപയുടെ കോലം കത്തിക്കാൻ പോവുകയാണ്. ഈ കോലം കത്തിക്കുന്ന ആളാരാണ്? നടരാജൻ. അപ്പം ഞാൻ അത് കോലമൊക്കെ ഉണ്ടാക്കിക്കോളാം. നീ എന്നിട്ട് നാളെ ഒരു 8 മണിയാകുമ്പോൾ ഓട്ടോറിക്ഷ ആയിട്ട് വരണം. ഓട്ടോറിക്ഷ ആയിട്ട് വന്നാൽ നമുക്ക് കോലം കൊണ്ടുവന്ന് അങ്ങോട്ട് പോയാൽ ബാക്കി പ്രകടനം പരിപാടിയൊക്കെ ആക്കട്ടെ. അങ്ങനെ നീങ്ങാം. ഓട്ടോ മറ്റേ രവിയുടെ അടുത്ത് നീ പറയുമോ? അത് ഞാൻ പറയാം. എവിടെയാ നിങ്ങള്? കത്തിക്കാനുള്ള ശ്രമത്തിലാ. കത്തിക്കാനുള്ള ശ്രമത്തിലാ. അതെ, ഗ്ലാമർ ഇച്ചിരി കൂടിപ്പോയോന്നൊരു സംശയം. 10,000-2000 കൂടെ കൂടുതൽ നടരാൻ്റെ ഒന്ന് മേടിക്കായിരുന്നു. ചിരിക്കണായിട്ടില്ലേ കള്ളായി? നാളെ കത്തുമ്പോഴും ഈ ചിരിക്കണം കേട്ടാ. എന്ത് ചെയ്യണം ക്ലീറ്റോ? ഇത് രണ്ടോ ഞാൻ ഈ നോക്കി നടക്കണ അത്രയും നൂലും പാത്രവും അതിലെടുത്തേ. ഇതൊന്ന് സെറ്റ് ചെയ്തോട്ടോ. അതിന്റെ ഉള്ളിൽ എന്താ കണ്ട്? ഇത് കനകന്റെ മുണ്ടല്ലേ? അത് അവന്റെ പഴയ മുണ്ടാടി. ഞാൻ കാണാൻ തുടങ്ങിയപ്പോൾ മുതൽ എടുക്കണത്. അവൻ ഇനിയെങ്കിലും ഒന്ന് വൃത്തിയായിക്കോട്ടെ. നിങ്ങൾ തല്ലി കൊല്ലും അവനൊന്നും എടുത്തു. അത് എടുക്കരുത് തങ്കം. മുണ്ട് ഇതെന്താന്നറിയാമോ ക്ലീറ്റോ? ദൈവമേ, അതെല്ലാം നശിപ്പിച്ച ആ മനുഷ്യൻ. അതെ, ഞാൻ വേസ്റ്റ് തുണി അവിടെ കിടന്നെടുത്തു. ഇതാണോ വേസ്റ്റ് തുണി? ഇത് സന്ധി ചേച്ചി തയ്ക്കാൻ നന്നേക്കണതാ. തയ്ക്കാൻ തോന്നുന്നത് ഞാൻ തറയിൽ കിടന്നല്ല വേസ്റ്റും കൂടെ എടുത്തു. ഇതാരാ കീറിയത്? ഇത് ഞാൻ എങ്ങനെ ഇനി തയ്ക്കും? ഞാൻ കനക നിന്റെ മുണ്ട് കത്തിക്കാൻ പോണു. മുണ്ട് കത്തിക്കാനാ? അളിയന്റെ മുണ്ട് താഴെ വീണ് കിടന്നാൽ ഞാൻ അടുത്ത് കൊടുത്ത് അങ്ങ് തരാൻ പറഞ്ഞു. അത്രേ ഉള്ളൂ. ഒന്നും അല്ലടാ, ഇത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് അതിന്റെ വയറിൽ കുത്തിക്കയറ്റി വെച്ചതായത്. ഇത് പുതിയ മുണ്ടാണെന്ന്. ഇത് പഴയ മുണ്ടല്ലേ അളിയന്റെ? എന്റെ പുതിയ മുണ്ടാണ്. എനിക്ക് ഉടുത്തിട്ട് പൂതി കയറുന്നില്ല. ഇത് എന്തിനാ നീ എടുത്തത്? ഈ സാധനത്തിന് ഉണ്ടാക്കി കത്തിക്കാൻ എന്റെ തുണിയൊക്കെ എടുത്ത് കത്തിച്ചടാ. വേറെന്തൊക്കെ ബഹളം? എന്താണത്? ഞാനൊരു കോലം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അല്ല, ഇത് എന്തിനാ ഈ കോലം? ബുർജ് ഖലീഫയില്ലേ? ബുർജ് ഖലീഫ അങ്ങ് ദുബായില്. അതിന്റെ ഏറ്റവും മുകളിൽ വെക്കാനായിട്ട്. ഞാൻ എന്റെ അല്ല, അപ്പൊ അവനത് കോലം കെട്ടിക്കോട്ടെ. നീ എന്തിനാ പ്രശ്നം ഉണ്ടാക്കണേ? എന്റെ അമ്മാവ് നോക്കിക്കേ, എന്റെ തയ്ക്കണ തുണിയൊക്കെ എടുത്തോണ്ട് വന്ന് എന്റെ ഉള്ളിൽ കുത്തി കയറ്റി വെച്ച് ഞാൻ അങ്ങോട്ട് എങ്ങനെ തയ്ക്കും? വേസ്റ്റ് തറയിൽ കിടന്നോണ്ടോ ഞാൻ എടുത്ത് വെച്ചത്? വേസ്റ്റ് ആണോ? എടാ, ഉടുതുണി കൊണ്ടാണ് അവിടെ കോലം ഉണ്ടാക്കണത്. വല്ല വാഴച്ചപ്പം വെച്ചുണ്ടാക്കണ. അമ്മാവ ഞാൻ അത് വെച്ച് എന്നെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇതിനിടയിൽ കുറച്ച് വേസ്റ്റ് തുണി വെച്ച് അതിന് ഇവിടെ അവളുടെ തയ്ക്കാനെന്ന് പറഞ്ഞു വന്ന് ഞാൻ എന്ത് പറയും? നിനക്ക് നാണാവണല്ലേടാ ഈ പിള്ളേരുണ്ടാക്കി കളിക്കുന്ന പോലെ കോലം ഉണ്ടാക്കി കളിക്കാൻ വേണ്ടിട്ട്?
ഒന്നുമില്ലെങ്കിൽ ഇത്ര പോരൂലേ? ഞാൻ പലതും ചെയ്യാം. അതൊക്കെ ചോദിക്കാം, നിങ്ങൾ ആരാ? നിനക്ക് ഈ കോലം കെട്ടണ നേരം വല്ല പഴിക്കുമ്പോ കൂടാ. ഓ ദാണ്ടാ, എന്റെ രാഷ്ട്രീയ കാര്യത്തിൽ ഒരൊറ്റ മനുഷ്യനെ ഇടപെടണം എനിക്ക് ഇഷ്ടമല്ല. വലിയ കാര്യത്തിൽ സംസാരിക്കാൻ നിനക്ക് അറിയാമോ? ആരാ എനിക്കെന്താ കളിക്കാതെ കണക്കാ. ഒരു സമാധാനമില്ലാത്ത ഓടി എന്റെ ജോലി നോക്കി എന്തേ അതങ്ങനെ വെക്കും. അതെന്റെ തുണിയല്ലേ? ആണല്ലേ? ഇതൊക്കെ പുതിയതാ. ഇന്ന് വൈകുന്നേരം എനിക്ക് തുണി കിട്ടിയില്ലെങ്കിൽ ഇതാ സ്വഭാവം മാറും. എടുത്തോണ്ട് വന്നാ മതി. ആ കോലം കെട്ടി കുടുംബത്തെ നീ കോലം കെടുത്തുട്ടോ. അമ്മാവന് വേറെ ഒരു പണിയില്ല. അമ്മാവ് ഇവിടെ പറഞ്ഞ എന്തിനാണെന്ന് എനിക്കറിയാം. എന്തിനാടാ? കൊള്ളു കുടിക്കാൻ. ഞാൻ എന്റെ പെങ്ങളുടെ വീട്ടിൽ എനിക്ക് ഇഷ്ടമുള്ളതിനൊക്കെ വരും. അതിന് നടക്കണ്ട. പെങ്ങള് വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുത്തോളാം. പിന്നെ എന്നെ പിടിച്ചങ്ങോട്ട് മൂക്ക് കയറ്റും. മൂക്കി കയറ്റോ എവിടെ കയറ്റോ എന്നൊക്കെ നമുക്ക് കാണാം. എടാ എന്നോട് കളിക്കല്ലേ. നീ ഇപ്പൊ ഈ പ്രകടനം നടത്തിയിട്ട് കോലം കത്തിച്ചാ പിന്നെ നാട്ടിൽ MLA ആവുന്ന വിചാരം. എന്താവും ഞാൻ കാണിച്ചു ഇയാൾ പോവുക. കാണാടാ, നീ എന്താ കാട്ടുകയെന്ന് കാണാം. അമ്മാവാതെ വിളിച്ച വാവുണ്ട് എന്നെ. നീ അതും വിളിക്കാതില്ല, അപ്പുറം ചെയ്യും. ഒന്നും കാണാനില്ല. ഒരു കോപ്പിൽ നേതാവ് വന്നേക്കും. ഞാൻ നേതാവാണോ അല്ലെന്നുള്ളത് കാണിച്ചു തരാടാ ഞാൻ. Alien versus Alien. എന്റെ നടരാജ കോലമൊക്കെ റെഡിയാണ്. ഓ നീ രാത്രി മനുഷ്യനൊന്ന് ഉറങ്ങാൻ സമ്മതിക്കോ? രാവിലെ എന്നെ വിളിച്ചിട്ട് പോന്നാ മതി. വെച്ചേരെ. ഓ ഇങ്ങനെ ഒരു മന്ദപ്പൻ. കോലം എന്നുള്ള ഒരു ക്ലീറ്റോന് എന്താ ക്ലീറ്റോ ഈ കോലമൊക്കെ കത്തിച്ച് നടക്കണ്ട വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് ഇതിന് പ്രയോജനമുണ്ടോ? ഈ കോലം കത്തിക്കുന്നതിന്റെ മഹത്വം നിനക്കറിയാമോ? നമ്മളിപ്പോൾ ആരുടെയാണോ കോലം കത്തിക്കുന്നത് ആ ആളും കത്തിക്കുന്നയാളും ഈ രണ്ടുപേരും പിന്നെ പത്രമാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ്. പക്ഷെ ക്ലീറ്റോ ഇപ്രാവശ്യത്തെ കോലം കത്തിപ്പിന് അതല്ല ക്ലീറ്റോയുടെ ലക്ഷ്യം. ക്ലീറ്റോയ്ക്ക് ഇച്ചിരി സാമ്പത്തിക നേട്ടം ഈ കോലം കത്തിക്കൽ കൊണ്ടുണ്ടാവും. പൈസ കിട്ടോ? പൈസയൊക്കെ ഞാൻ അങ്ങനെ ഒപ്പിക്കുന്ന ഒരു പരിപാടി റെഡിയാക്കിയിട്ടുണ്ട്. എത്ര ലക്ഷം കിട്ടും? ലക്ഷമൊന്നും കിട്ടൂല. പിന്നെ 50,000 കിട്ടും. 50,000 കിട്ടൂലേ? ഒരു 0 കുറയും. 5,000 രൂപയോ? എന്നിട്ട് പോക്കിട്ടോ? 5,000 രൂപയ്ക്ക് എന്തടി? അതിന് വിലയില്ലേ? പിന്നെ ഭയങ്കര വില. 5,000 രൂപ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വലിയ കാര്യം തന്നെ. നാളെ എന്നിട്ട് വേണം കൊച്ചിൻ്റെ ബിരിയാണി മേടിച്ചോണ്ട് വേണ്ട കേട്ടോ. ഈ ആൾക്കാരെ പറ്റിച്ചുള്ള കാശിന് എന്റെ കൊച്ചിന് ബിരിയാണിയും കൊടുക്കണ്ടോ? ഒന്നും കൊടുക്കണ്ടോ? ഇവിടെ വന്നിരിക്ക. എന്തൊരു കഷ്ടം ആലോചിച്ച് നോക്ക്. ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടണില്ല. നീ ഏത് നേരം ജാഥയ്ക്ക് പോവുക, പിക്കറ്റിങ്ങിന് പോവുക, തല്ലൊഴിവാക്കാൻ നടക്കുക, നാട് നേരാക്കാൻ നടക്കുക. ആദ്യം അവനോ നന്നായിട്ട് വേണ്ടേ നാട് നേരാക്കാൻ നടക്കാൻ? എൻ്റെ അമ്മാവ, ഒരാൾ നന്നാവില്ല എന്നൊരു സ്വയം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആര് വിചാരിച്ചാൽ നന്നാവും? ദൈവം തമ്മിൽ ഇറങ്ങി വന്ന് പറഞ്ഞാൽ നന്നാവും. എടാ തക്കളി മോള് വളർന്നു വരികയാണ്. ഇങ്ങനെയാണ് ഇവന്റെ പോക്കെങ്കിൽ തങ്കത്തിന്റെ അവസ്ഥ എന്താന്ന് ആലോചിച്ചിട്ടുണ്ടോ? അവളുടെ വിധി അല്ലാതെ എന്താണ്? കുറച്ച് കാശ് കൊടുത്തിട്ട് എന്തെങ്കിലും സഹായിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാശ് കഴിയുന്നവരെ ഒരു പണിക്കും പോകാണ്ട് ഇരുന്നങ്ങോട്ട് തിന്നും. ഇവൻ നേരാവണമെങ്കിൽ ഒരു ഒറ്റ വഴിയുള്ളൂ. ഇവന്റെ രാഷ്ട്രീയ പ്രവർത്തനം അങ്ങോട്ട് നിൽക്കണം. അതിനിപ്പോൾ എന്താ ഒരു വഴി? എന്ത് പറഞ്ഞാലും ആര് പറഞ്ഞാലും രാഷ്ട്രീയം വിട്ടിട്ടുള്ള ഒരു കളി ക്ലീറ്റസിനില്ല. ഇതെന്നു മുതൽ തുടങ്ങിയതാണ്. ഉപദേശിക്കാൻ പറ്റുന്നിടത്തോളം ഉപദേശിച്ചു കഴിഞ്ഞില്ലേ? ഇനി ഉപദേശിക്കാനൊന്നും ഇല്ലല്ലോ. നമുക്കേ ഇവന്റെ പാർട്ടിയുടെ നേതാവിനോട് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കിയിട്ട് പിന്നെ പാർട്ടിയിൽ നിന്നാണ് പുറത്താക്കിച്ചാലോ? പുറത്തൊക്കെ ആക്കിയാൽ വേറെ പാർട്ടിയാ തുടങ്ങും. അതന്നെ. ആരോടാ കളിക്കണം? എന്താ ഇപ്പം ചെയ്യൻ്റെ ഭഗവാനെ? ഒരു എത്തും പിടി കിട്ടണില്ലല്ലോ. ഇനി ഒരു മാർഗമുണ്ട്. എന്താ അത്? പക്ഷേ അവൻ എന്നെ കൊണ്ട് ചെയ്യിക്കാതിരുന്ന അവന് നല്ലത്. പക്ഷേ അവനത് എന്നെ കൊണ്ട് ചെയ്യിക്കും. ഞാൻ ഇറങ്ങണേ. ചായ വേണ്ടേ? ചായ കുടിക്കാൻ സമയമല്ലടി. എടി അവിടെ പ്രകടനം തുടങ്ങാനുള്ള തയ്യാറെടുപ്പിന് എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്യണേ. പ്രകടനം മരിക്കാൻ ഞാനേ എന്തും പറഞ്ഞേ വിടുന്നത്? അതൊന്ന് പറഞ്ഞു. എന്താ തിരിച്ചു വരുമ്പോ എന്താ കൊണ്ടുവരാൻ പറഞ്ഞത്? എന്താ വീട്ടു സാധനങ്ങൾ നീ ലിസ്റ്റ് എഴുതി അതാകുമ്പോ എനിക്ക് എന്താ വേണം? ക്ലീറ്റോ, എനിക്ക് തയ്ക്കാനുള്ള തുണി. ആ തുണി അത് ഓർമ്മയിലുണ്ട്. ആ കഷ്ണം തുണി എന്ത്? അതൊക്കെ ഉണ്ട്. അത് ഞാൻ പോക്കറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ തക്കളി മോള് സ്കൂളിൽ നിന്ന് വന്നാൽ റെഡിയായി നിന്നോളന്ന്. വൈകിട്ട് ഭക്ഷണം പുറത്തുനിന്നാ കേട്ടോ. വൈകിട്ട് ഭക്ഷണം
വല്ല നടക്കോ ക്ലീറ്റോ? എന്തിനാ കൊച്ചിനെ ഇങ്ങനെ ആഗ്രഹിപ്പിക്കുന്നത്? പൊന്നെ, പ്രകടനത്തിന് വേറെ ദോഷമൊന്നും ഉണ്ടാവാതെ നീ പ്രാർത്ഥിച്ചോ. അറസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ എത്തും. തുണി കൊണ്ടതിലേക്ക് നിങ്ങളെ കൊല്ലും ഞാൻ. എടി, ഞാൻ അതൊക്കെ കൊണ്ടുവരാന്ന് പറയില്ലേ. ഓ, ആ ചേച്ചിനോട് ഞാൻ എന്ത് പറയും? തങ്കം, ഈ തങ്കം ആ പോയിക്കോ. ഇങ്ങോട്ട് വന്നേ. ഒന്നിങ്ങോട്ട് വന്നിട്ട് പോടി. എന്റെ ക്ലീറ്റോ ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കൂല നിങ്ങള്. എന്താ ക്ലീറ്റോ? ഒരു തങ്കം, ഞാൻ ഇവിടെ വെച്ചിരുന്ന കോലം എവിടെ? തമാശ കളിക്കരുത്. ഞാൻ ഇന്നലെ രാത്രി ഇവിടെ നിന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയത്. ആ കോലമാണോ? അത് രാവിലെ നടന്നു പോണ കണ്ടായിരുന്നു. കൂടുതൽ കളിക്കരുത്. എനിക്ക് രാവിലെ പ്രകടനത്തിന് കൊണ്ടുപോകാൻ സമയമായിരിക്കുക. സാധനം കണ്ടെങ്കിൽ പറഞ്ഞു എവിടെ ഇരിക്കണമെന്ന്. ഞാൻ കണ്ടില്ല. ക്ലീറ്റോ നിങ്ങൾ എവിടെയാ വെച്ചെന്ന് വെച്ചാൽ ഇവിടെ അല്ലേ ഞാൻ ഇന്നലെ വെച്ചത്. അവിടെ വെച്ചെങ്കിൽ അവിടെ ഉണ്ടാവൂലേ? എന്റെ ക്ലീറ്റോ, അത് കിട്ടിയിട്ട് ആർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി? ഓ, പിന്നെ ആൾക്കാരൊക്കെ ഗുണമുള്ള കാര്യങ്ങളല്ലേ ചെയ്തോണ്ടിരിക്കണേ. ഇനിയിപ്പോ പട്ടി വല്ലതും എടുത്തോണ്ട് പോയോ? പിന്നെ പട്ടി എടുത്തിട്ട് പോകാൻ അതിനകത്ത് തിന്നാൻ നിറച്ച ഇറച്ചിയാണല്ലോ. ക്ലീറ്റോ, ഞാൻ അടുക്കളയിലോട്ട് പോവാ. നീ അത് കാട്ടിലേക്കെങ്കിലും പോ. എന്റെ പ്രകടനത്തിന് കൊണ്ടുള്ള സാധനം പോയി ഇരിക്കുക. ഞാൻ ഇനിയിപ്പോ എവിടെ തപ്പുവോ? കഷ്ടമാണ്. ഒരു രീതിയിൽ എനിക്ക് ജീവിക്കാൻ ഇവിടെ അനുവദിക്കില്ല. കോലം കിട്ടിയില്ലെങ്കിലാണ് എന്റെ സ്വഭാവം മാറുന്നത്. പ്രകടനത്തിന് സമയമായി വന്നു. ഇന്നലെ രാത്രി അവിടെ ഉണ്ടാക്കി വെച്ച സാധനം അതിനിടയ്ക്ക് എവിടെ പോയി? ഇത് മനഃപൂർവ്വം ആരായാലും ഞാൻ വിടൂല. എനിക്കറിയാം എന്ത് ചെയ്യണോ. കത്തി കളിച്ച് എല്ലാം കൂടെ എൻ്റെ ഹൃദയത്തിലാണ് കുത്തിരിക്കണത്. Alien versus alien. പാസിലെ നീ ഇത് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. എന്താണ് എവിടെയാടാ അത്? എന്ത്? നീ ഇന്നലെ ഇവിടെ വന്നിരുന്നോടാ? ഇന്നലെ രാത്രി നീ ഇവിടെ വന്നിരുന്നോ? നിനക്കെന്താ പ്രാന്താണ്? അത് എപ്പോ വന്നാലും നീ ചോദിക്കുമല്ലോ രാത്രി ഇവിടെ ഉണ്ടായി, രാത്രി ഇവിടെ ഉണ്ടായി. എനിക്കെന്താ എന്റെ കുടുംബത്തില്ലേ കിടക്കാൻ? പാസിലെ തമാശ കളിക്കരുത്. ഇത് സത്യം പറഞ്ഞില്ലേ എനിക്ക് ഭ്രാന്താവും. എവിടെടാ അത്? എന്തിട്ടാടാ? എന്റെ കോലം. നിന്റെ കോലമല്ലേ ഈ കോലം? എടാ, ആ കോലം അല്ലടാ. പിന്നെ ഏ കോലം? ഞങ്ങള് 10 മണിക്ക് സെക്രട്ടേറിയറ്റ് നടയിൽ കത്തിക്കാൻ ഉണ്ടായിക്കൊണ്ടിരുന്ന ആ കോലം നീ എടുത്തില്ലേ? ഇവരെല്ലാരും കൂടെ ചേർന്ന് നിന്നോട് അത് എവിടെ കൊണ്ട് കളയാൻ പറഞ്ഞില്ലേ? പറയടാ, ഞാൻ വഴി നിന്ന് എടുത്തോളാം. അത് എവിടെ പറ പാസിലെ. നിനക്ക് മുതുഭ്രാന്താണ് ക്ലീറ്റോ. നീ നിന്റെ പാട് നോക്കിയടാ. ഞാൻ പഠിക്കാൻ വന്നേക്കാണ്. കളിക്കരുത്. കളി അപകടമാണ്. ഞങ്ങൾ ഭരണത്തിൽ കയറിയുണ്ടല്ലോ. ഞാൻ കനക ഇവനെ വല്ല ഊളം പറക്കുണ്ടോടാ? ഇറങ്ങി വേണം കനകായോട് വെച്ചിട്ടുണ്ടടാ ഞാൻ എല്ലാവർക്കും. എന്താണ് കനക, തമാശ കളിക്കുന്ന അതിലുണ്ട്. എന്റെ കോലം എവിടെ? കോലോ? കളിക്കരുത് നീ. എന്താ നിനക്ക് പ്രശ്നം? ഞാൻ ഇന്നലെ അവിടെ ഇരുന്ന് ഉണ്ടാക്കിയ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കോലാണ്. അതവിടെ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ കോലം എടുത്തിട്ടൊന്നുമില്ല. തമാശ കളിക്കരുത് നീ. എന്താ അമ്മാവാ, സാധനം എന്താ അമ്മാവാ? എന്തേലും സാധനം കൊടുക്കാവന്. അതൊന്നും ഇപ്പൊ വേണ്ടടാ. നീ അവിടെ കോല കത്തിക്കാൻ പോലെ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കൂടാ. അമ്മാവ തമാശ കളിക്കരുത്. ഇന്നലെ ഞാൻ അവിടെ നിന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കോലം അമ്മാവ അവിടെ വന്ന് നമ്മൾ തമ്മിൽ 1-2 പറഞ്ഞ് വഴക്കായി. പക്ഷെ അമ്മാവ അത് എടുത്തു എന്ന് പറഞ്ഞ് എനിക്ക് അമ്മാവ എടുത്തെങ്കിൽ ആ കോലം ഞാൻ എടുത്തങ്ങ് വിഴുങ്ങി. കളിക്കരുത്. എടി, ആ നടരാജന്റെ ഞാൻ ഇരട്ടി പൈസ വാങ്ങിച്ചിട്ട് ഉണ്ടാക്കിയ കോലമാണ്. അത് തന്നില്ലെങ്കിൽ അവൻ എന്നെ നടക്കിരുത്തൂടി. നീ എടുത്തോ? ഞാൻ വല്ല പറയെടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങ് കൊടുക്കണം. എന്നാ പിന്നെ അതൊക്കെ നീ ഒരു കാര്യം ചെയ്യടാ. പ്രകടനത്തിന്റെ മുമ്പിൽ നീ അങ്ങ് കോലായിട്ട് നിൽക്കുക. അവര് കത്തിച്ചോളൂ. നല്ല രസമായിരിക്കും. നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കോലം ഞങ്ങൾ എടുത്തോണ്ട് കത്തിക്കോ? നിങ്ങൾ തന്നെ എടുത്തത്. വേറെ ആരും എടുക്കൂല. ഇന്നലെ നിങ്ങൾ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി. എന്നാലും ഇങ്ങനെ ചെയ്യൂന്ന് ഞാൻ വിചാരിച്ചില്ല. ഫാസിലെ ഞങ്ങൾക്ക് എന്തിനാണ് നിന്റെ കോലം? എന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിഞ്ഞോളാ കളിയാ. നീ ഒന്ന് പോയെന്റെ കളിയാ. നിന്റെ പെങ്ങളെ ഞാൻ അടിച്ചോണ്ട് പോയി. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഒരു കാര്യം ചെയ്യും, ഞാൻ പെങ്ങളങ്ങ് തിരിച്ചിടാം. നീ എന്റെ കോലം ഒരിക്കുന്നതാണ്. എന്റെ അവസ്ഥ അതായതുകൊണ്ട് പാർട്ടിക്ക് കളിയാ.
ഈ കോലം തന്നില്ലെങ്കിൽ ഞാൻ ഈ കോലായിൽ കെട്ടി തൂങ്ങിച്ചാവും. നിന്നെ ഞാൻ ഇവിടെ ഇട്ട് കത്തിക്കും. കത്തിക്കടാ. അതിന് മുമ്പ് നീ പൊക്കോ. കൊല്ലടാ നീ എന്നെ. അതെ, നീ അവരെ വിളിച്ചോണ്ട് പോയി. ഞാൻ എവിടെ പോയി? എനിക്ക് ഇനി എങ്ങും അവിടെ പോയി നോക്കടാ, അവിടെ ഇരിപ്പുണ്ടാവൂടാ. എടാ, അവിടെ ഒന്നുമില്ല. ഞാൻ എല്ലായിടും നോക്കി. ഇത് നിങ്ങൾക്ക് ആർക്കും അറിയാം. സത്യം പറ. പക്ഷെ എന്താ ഇവനെ കൊണ്ട് കൊല്ലടാ നീ എന്നെ. നീ പോടാ. മണി എത്ര? നമുക്ക് പ്രകടനത്തിന് പോണ്ടേ? അതെ നടരാജ, എന്താ ഒരു ചെറിയ പ്രശ്നം. എന്ത് പ്രശ്നം? ഞാൻ കോലം ഉണ്ടാക്കി ഇവിടെ വെച്ചിരുന്നേ. രാവിലെ നോക്കിയപ്പോൾ അത് കാണാനില്ല. അത് ഞാൻ നോക്കിയപ്പോൾ ഞാനൊരു കോലായി. നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കിയിട്ട് പോവാം. ഞാൻ രാവിലെ 6 മണിക്ക് ഇവിടെ ആ കോലം എടുത്തോണ്ട് പോയില്ലേ? എവിടെ കൊണ്ടുപോയി? പാർട്ടി ഓഫീസില്. എടാ വായി നോക്കി നീ ഇവിടെ വന്ന് അത് എടുത്തോണ്ട് പോകുമ്പോ എന്നോടൊരു വാക്ക് പറയണ്ടേടാ. നിങ്ങളൊക്കെ നല്ല ഉറക്കത്തിലാകും വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കേണ്ടത് ഞാൻ വിചാരിച്ചു. കോലം കൊണ്ടായ കള്ളനെ കിട്ടിയാ? ഇന്ന് വാന്ന് ഞാൻ അങ്ങോട്ട് വരാം. പ്രകടനത്തിന് സമയം ഓടിക്കോളാം. Alien versus alien.